ഈ ഒരു സാധനം മാറുന്നതിന് പകരമായിട്ടാണ് അവരെന്നോട് ഈ ഒരു സെറ്റ് ഫുള്ളായിട്ട് മാറാൻ പറഞ്ഞത്. സെറ്റ് എല്ലാം കൂടി ഒരു 14,000 രൂപ ചിലവാകും. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നത് നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമല്ലോ. അപ്പോൾ കുറേ കാലം മുന്നേ, ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ, ഞാൻ എൻ്റെ ഈ വണ്ടി വർക്ക്ഷോപ്പ് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു പണി, വർക്ക്ഷോപ്പിൽ നിന്ന് എനിക്ക് നല്ല ഒരു 8-ന് പണി തന്നത്, അതേപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാനാണ്. അതിപ്പോൾ ഇതേപോലെ ഡിസ്ക് ബ്രേക്കുള്ള ഏത് വണ്ടിയുള്ള ആൾക്കാർക്കും മേ ബി ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ആലോചിച്ചാണ് ഞാൻ ഇടുന്നത്. സംബന്ധിച്ചാൽ എൻ്റെ ഈ വണ്ടിയുടെ ഈ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ഈ അടുത്തുനിന്ന് കൊടുത്തായിരുന്നു. ബാക്കിലൊരു ബെയറിങ് മാറ്റാനും ഒക്കെ ആയിട്ട് ഞാനൊന്ന് കൊടുത്തു, കോൺസെപ്റ്റ് മാറ്റാനൊക്കെ ആയിട്ട്. അപ്പോൾ കൂടുതലും ഞാൻ കൊടുക്കുന്നതിന് തലേ ദിവസം ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്കും റിയർ ബ്രേക്കിൻ്റെയും ആ ഒരു ബ്രേക്ക് ഷൂവും അതേപോലെ അതിൻ്റെ കട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയതാണ്. അതേപോലെ ഓയിലും മാറ്റി, ബ്രേക്ക് ഓയിലും മാറ്റി ഫുള്ള് ക്ലീൻ ആക്കിയിട്ടതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് ബ്രേക്ക് ഓയിലിട്ട് നമ്മൾ പമ്പ് ചെയ്യുമല്ലോ, ഈ പമ്പ് ചെയ്യണ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഒരു തടസ്സം, അതായത് ഓയിൽ ഇങ്ങോട്ട് കറക്റ്റായിട്ട് പമ്പ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അതിനുള്ള പമ്പ് ചെറിയ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഈ സെറ്റ് നമുക്ക് പണി കിട്ടിയെന്ന് നമുക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുവിധം ഏകദേശം 2-3 മണിക്കൂർ എടുത്തിട്ട് അതിൽ ഓയിൽ ഫുള്ള് പമ്പ് ചെയ്ത് കയറ്റിയിട്ട് നമ്മളിത് റെഡിയാക്കി കൊണ്ടുപോയി. അങ്ങനെ വർക്ക്ഷോപ്പ് കൊണ്ടിട്ട് വർക്ക്ഷോപ്പിൽ എല്ലാം റെഡിയാക്കി 2,500 രൂപ ബില്ലും കിട്ടി. വണ്ടി എടുക്കാൻ ചെന്ന സമയത്ത് ഈ സാധനത്തിന് ആക്ഷൻ ഇല്ല. അതായത് ഇത് ഫുള്ളായിട്ട് അമർന്നിരുന്നാലും നമുക്കിതിൽ ഓയിൽ പമ്പാവില്ല, അതേപോലെ ബ്രേക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ കടക്കാരോട് ചോദിച്ചു, എന്താണ് ഞാൻ തന്നപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന്. ഇത് ഓൾറെഡി സെറ്റ് കംപ്ലയിൻ്റ് എന്ന് എനിക്കറിയാം. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് കംപ്ലയിൻ്റ് ആണ്, അപ്പോൾ മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ സെറ്റ് മാത്രം മാറിയാൽ മതി ചോദിച്ചു. അവരെന്നോട് പറഞ്ഞത് ഈ ഒരു സെറ്റ് ഒന്നാകെ മാറണമെന്ന്. അതായത് ഞാൻ ഈ കാണുന്ന കാലിപ്പർ, ഈ ബ്രേക്കിൻ്റെ കാലിപ്പർ, ഈ ട്യൂബ്, അതേപോലെ ഈ ലിവർ സെറ്റ് ഫുള്ളായിട്ട് മാറുമെന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിത് ചിലപ്പോൾ ശരിയാണെന്ന് വിചാരിച്ച് പോകുന്നു, വലിയ വർക്ക്ഷോപ്പുകാരല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഈ ആക്ഷൻ പോയി. അപ്പോൾ ഈ സ്പ്രിങ്ങും കാര്യമൊക്കെ കംപ്ലയിൻ്റ് എന്ന് വിചാരിച്ച് നമ്മളിതൊന്ന് അഴിച്ചു. ഇതൊക്കെ അഴിച്ച് നമുക്ക് ഈ കാലിപ്പർ ഈ സൈഡിൽ നിന്ന് അഴിച്ചെടുക്കാമല്ലോ. അത് നിങ്ങൾക്ക് വേറെ യൂട്യൂബിൽ വീഡിയോ നോക്കി കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ അഴിച്ച് നോക്കിയപ്പോഴാണ് ഇതിനുള്ളിൽ നമുക്ക് ഒരു പമ്പ് ഉണ്ട്, ഇങ്ങോട്ട് പുഷ് ചെയ്യുന്ന പമ്പ്. ആ പമ്പ് ഇവിടെ ജാമായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു MC കിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് വാങ്ങാൻ കിട്ടും. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ആ സാധനം മേടിച്ച് ഇതിന് മാറ്റി വെച്ചാൽ മതിയായിരുന്നു. അതിനാണ് അവരെന്നോട് ഈ ഒരു ഫുൾ സെറ്റ് മാറാൻ വേണ്ടി പറഞ്ഞത്. ഏത് ഈ കാലിപ്പർ അടക്കം. ഇതെന്താ കംപ്ലയിൻ്റ്? അവർ അടിയത്തെ കംപ്ലയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് അടിയിലൊന്നും ഒരു കുഴപ്പമില്ല. അതേ കാലിപ്പർ, അതേ വണ്ടിയുടെ സ്റ്റോക്ക് കാലിപ്പറും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ യൂസ് ചെയ്യണേ. ട്യൂബും സെയിം സാധനം തന്നെയാണ് ഈ ഒരു സാധനം മാറിയത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട് നമ്മുടെ യമഹ ഷോറൂമിൽ പോയി അവിടുന്ന് ഒരു 190 രൂപയുടെ MC കിറ്റ് മേടിച്ച് ഇതിനുള്ള ഈ പമ്പ് റീപ്ലേസ് ചെയ്തു. ഓയിലും ഒന്ന് മാറ്റി, ഈ ലിവറും ഒന്ന് മാറ്റി, 60 രൂപയ്ക്ക് ഒരു ലിവറും മേടിച്ച് സംഭവം ഫുള്ള് സെറ്റായി. അതായത് അവരെന്നോട് മിനിമം ഒരു 1000 രൂപയുടെ പണി വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു സാധനം മാറിനാൽ മിനിമം ഒരു 1000, ലോക്കൽ തന്നെ 1000 രൂപ വരുന്നുണ്ട്. യമഹയിൽ പോയി ചോദിച്ചപ്പോൾ ഈ ഒരു സെറ്റ് മാത്രം, ഇതില്ല, ഈ ഒരു സെറ്റ് മാത്രം 1400 വരുന്നുണ്ട്. അപ്പോൾ ഒരു 1500 രൂപയുടെ പണി നമ്മൾ വെറും ഒരു 250 രൂപയ്ക്ക് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ എന്തെങ്കിലും വർക്ക്ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഈ കാലിപ്പറിൻ്റെ ആക്ഷൻ കുറയുമ്പോഴോ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഈ സെറ്റ് മാറ്റാതെ ഇതിനുള്ളൊരു MC കിറ്റ് എന്ന് പറഞ്ഞ സാധനം, ഈ ഒരു ഇവിടുന്ന് ഒരു പമ്പാണ്, ഈ പമ്പ് ഉണ്ടോ, ഇവിടെ പമ്പ് കണക്ഷൻ എന്ന സാധനമുണ്ട്, അത് മാറിയിടാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വീട്ടിൽ മാറാവുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു പണി കിട്ടിയ ഒരു വീഡിയോ ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ നോക്കുക, നിങ്ങൾ വർക്ക്ഷോപ്പ് നല്ല വർക്ക്ഷോപ്പൊക്കെ ഉണ്ടാവും എല്ലായിടത്തും. പക്ഷേ ഇയാൾ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ നന്നാക്കാതിരുന്ന് വളരെ നന്നായി. ഞാൻ തന്നെ 250 രൂപ ലെവലിൽ സംഭവം റെഡിയാക്കി. ഇപ്പോൾ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം ഫുള്ള് വർക്കിംഗ് ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഈ ലിവറൊക്കെ മാറിയതിന് ശേഷം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ. എന്തായാലും എല്ലാവരും ഒന്ന് നോക്കുക, നല്ല വർക്ക്ഷോപ്പ് മാത്രം നോക്കി തിരഞ്ഞെടുത്ത് വണ്ടി നന്നാക്കാൻ കൊടുക്കുക.